ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ്. അറേബ്യൻ നാടുകളിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഫലാഫലാണ് ഇത്. വെള്ളക്കടല ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതിനെ നമുക്ക് ഹമൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടും സാൻഡ്വിച്ചായിട്ടുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർക്കാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത്. ഇതിൽ നിന്നും കുറേശ്ശെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. സാധാരണ ഇത് ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്തെടുക്കാറുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ചധികം മല്ലിയിലയും പാഴ്സി ലീവ്സും, ഒരു സവാള കട്ട് ചെയ്തെടുത്തതും, ഒരു 5-6 വെളുത്തുള്ളിയും, ഒരു 3-4 പച്ചമുളകുമാണ്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ഇല്ലാതെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീരെ മഷി പോലെ ഇത് അരഞ്ഞു പോകരുത്. ചെറിയ തരികളോടുകൂടി വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് അരഞ്ഞു കിട്ടണം, അത്രയും മതിയാകും. ഇതുപോലെ ഇവിടെ കടലയെല്ലാം അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കടലയും ലീഫുകളും നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ഫലാഫലിനകത്ത് ഇതുപോലെ പച്ച കളറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് ലീഫ് നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇവിടെ കടലയെല്ലാം അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഒരു 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും, ഒരൽപ്പം ചില്ലി ഫ്ലേക്സും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ മിക്സ് എല്ലാം നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേ കണ്ടില്ലേ, ഇതേപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാക്കിയുള്ളതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു മീഡിയം ചൂട് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഫലാഫൽ എണ്ണയിൽ മുങ്ങിക്കിടക്കണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ബ്രൗണായി കിട്ടുകയും അകം ഭാഗം വേകാണ്ടും ഇരിക്കും. ചില സമയങ്ങളിൽ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ പൊട്ടിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫലാഫൽ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫലാഫൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. 10 മിനിറ്റിൽ കൂടുതൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ ഈ ഫലാഫൽ ഉരുളകളാക്കുമ്പോഴത്തേക്ക് ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതിയാകും. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വലുതാകും. ഇതിങ്ങനെ മറച്ചും തിരിച്ചുമിട്ട് ഒരു 7 മിനിറ്റോളം ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും നമ്മുടെ ഫലാഫൽ റെഡിയായി കിട്ടുക. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ഫലാഫൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ള ഫലാഫലുകളും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള അറബി സ്നാക്സ് ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഹമൂസിൻ്റെ കൂടെയോ താഹിനിയുടെ കൂടെയോ ഗാർലിക് സോസിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പുറമേ ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായിട്ടുള്ള ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. എന്നാൽ ശരി, അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക്